ചെറുപുഴ കോഴിച്ചാൽ തുരുത്തിനി സ്ഥിരപാലം 3 മീറ്റർ വീതിയുള്ള ഇരുമ്പ് പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പാലത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച ടി.ഐ. മധുസൂദൻ എം.എൽ.എ. നിർവഹിക്കും. ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാൽ തുരുത്തിലെ വീട്ടുകാർക്കിനി ആശ്വസിക്കാം. മഴക്കാലത്ത് പുഴയിൽ വെള്ളമുയരുമ്പോൾ മറുകര കടക്കാൻ കഴിയാതെ തുരുത്ത് ഒറ്റപ്പെടുന്നത് സ്ഥിരം സംഭവമായിരുന്നു. 2024 ജൂലൈ 18 കനത്ത മഴയിൽ തേജസ്വിനി പുഴയിലൂടെ കുത്തിയൊലിച്ചു വന്ന മലവെള്ളത്തിൽ താൽക്കാലിക പാലം ഒഴുകിപ്പോയപ്പോൾ കുത്തിയൊഴുകുന്ന വെള്ളത്തിനു മുകളിൽ പകുതി തകർന്ന തടിപ്പാലത്തിലൂടെ പിഞ്ചുകുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ജീവൻ പണയം വെച്ച് നടന്ന രക്ഷാദൗത്യം കേരളം മുഴുവൻ വിറച്ച മനസ്സോടെ കണ്ടിരുന്നു. തുരുത്ത് രൂപപ്പെട്ട കാലം മുതൽ എല്ലാ വർഷവും നിർമ്മിക്കുന്ന താൽക്കാലിക പാലം ഒഴുകിപ്പോകുകയും തുരുത്തിലെ കുടുംബങ്ങൾ ദുരിതത്തിലാകുകയും ചെയ്യുന്നത് പതിവായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചെറുപുഴ കോഴിച്ചാൽ തുരുത്തിന് സ്ഥിര പാലം വേണമെന്ന ആവശ്യം ശക്തമായതോടെ ഇരുമ്പുപാലം നിർമ്മാണം ആരംഭിച്ചത്. പാലത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. നിർവഹിക്കും. പെട്ടെന്നാണ് വെള്ളം ഉയരുന്നത്. അപ്പോൾ കടക്കാൻ കഴിയാതെ വരും. അവരുടെ വീട്ടിലേക്ക് വെള്ളം കയറും. സ്വാഭാവികമായിട്ടും അവർക്ക് ആശങ്ക ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവർ എന്നും മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നതാണ് അവർക്കൊരു പാലം വേണം. കുറേ വർഷങ്ങളായി, എനിക്ക് തോന്നുന്നത് കുറേ വർഷങ്ങളായി അവരതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം നമ്മൾ താൽക്കാലിക പാലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം തന്നെ ഈ റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ മുമ്പ് തന്നെ അവിടെ പാലത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഭരണസമിതി ആരംഭിച്ചതാണ്. 14 ലക്ഷം രൂപ ചെലവിലാണ് കോൺക്രീറ്റ് തൂണുകളിൽ 3 മീറ്റർ വീതിയുള്ള ഇരുമ്പുപാലം നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.